ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം നന്ദൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചരിയുടെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ സാദാ ചോറ് വയ്ക്കുന്ന അരി എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പം അരയ്ക്കുന്ന സമയത്ത് ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. ചോറില്ലാത്തവർക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് റോസരി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. സാധാ വെള്ളയരിയാണെങ്കിൽ മതിയാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി കുതിരാൻ വേണ്ടി വയ്ക്കുക, ഒരു 4-5 മണിക്കൂർ. അതിനുശേഷം നന്നായിട്ട് വെള്ളം തോർത്തി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് പച്ചരിയുടെ കൂടെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ എടുത്ത ക്വാണ്ടിറ്റിക്ക് 1 കപ്പ് തേങ്ങ മതിയാവും. ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് അരയ്ക്കുന്നത്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ശേഷം അതിൻ്റെ കൂടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ കണക്കാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഞാൻ 2 ഭാഗമായിട്ടാണ് അരയ്ക്കുന്നത്. ഏകദേശം ഇത്രത്തോളം മാവുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളത് മൂടി വയ്ക്കുക. അടുത്ത ദിവസം രാവിലെയാണ് നിങ്ങൾ അപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ചെയ്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഇത്രയും കട്ടി വേണ്ട. ഇനിയും കട്ടി കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർന്ന് പോകാതെ ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. ഇവിടെ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നില്ല, ആവശ്യമുള്ളവർക്ക് ചേർക്കാം. എന്നിട്ട് ഒരു മൂടി കൊണ്ട് അപ്പം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല തേങ്ങ ചമ്മന്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.